ഇതൽ ഗാർഡൻസിലേക്ക് സ്വാഗതം. നമ്മൾ ഇന്നുള്ളത് ഒരു അത്ഭുത ലോകത്തിലാണ്. ബിഗോണിയകളുടെ ഒരു അത്ഭുത ലോകം. ബിഗോണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കില്ല. കാര്യം അത്രയ്ക്കും പൂക്കളാണ്. ഞാനിതൊരിക്കലും പ്രതീക്ഷിച്ചില്ല ഇങ്ങനത്തെ ഒരു ബിഗോണിയ കാണാൻ. ഫുൾ പൂക്കളാണ്. നമ്മൾ ഇലകളാണല്ലോ ബിഗോണിയയുടെ ഒരു ഭംഗിയായിട്ട് കാണുന്നത്. ഇത് ഫുള്ളും പൂക്കളാണ്. അത് എന്തെല്ലാം വെറൈറ്റി ആയിട്ടുള്ള ഹാങ്ങിങ് ആയിട്ടുള്ളതും റോസപ്പൂ പോലത്തെ വലിയ പൂക്കളും. എനിക്ക് ഭയങ്കര അത്ഭുതമായിപ്പോയി കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു ബിഗോണിയ ഗാർഡൻ കാണുന്നത്. ഞാൻ ബിഗോണിയ പ്രതീക്ഷിച്ചപ്പോൾ വിചാരിച്ചത് നമ്മുടെ വാക്സ് ബിഗോണിയയുടെ പൂക്കൾ പോലുള്ള പൂക്കളാണെന്നാണ്. പക്ഷെ അല്ല, ഭയങ്കര വലിയ ഡാലിയ പൂക്കളെക്കാളും വലിയ പൂക്കളുള്ള ബിഗോണിയാണ്. ബിഗോണിയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്ന് എനിക്കറിയില്ല. അത്രയ്ക്കും നല്ല ഭംഗിയാണ് കേട്ടോ. കാണേണ്ട ഒരു കാഴ്ച തന്നെയാണിത്. എൻ്റെ ജീവിതത്തിൽ ഞാൻ ജപ്പാനിൽ വന്നതിൽ ഏറ്റവും സന്തോഷിക്കുന്ന ഒരു നിമിഷമാണിത്. ഇതെല്ലാം ബിഗോണിയകളാണ്. ഇതെല്ലാം ബിഗോണിയകളാണ്. നമ്മുടെ നാട്ടിലൊന്നും നമ്മൾ കണ്ടിട്ടില്ല. ഞാനിത് കണ്ടിട്ടുണ്ടെങ്കിൽ ഇത്രയും വലിയ പൂക്കളും ഇത്രയും വെറൈറ്റികളും ഇത്രയും ഡബിൾ പെറ്റൽസും മൾട്ടി പെറ്റലായിട്ടുള്ള മൾട്ടി കളേഴ്സായിട്ടുള്ള ബിഗോണിയകൾ ആദ്യമായിട്ടാണ് കാണുന്നത്. എന്തൊരു ഭംഗിയാണെന്ന് അറിയാമോ. ഇതൊരു പ്രത്യേക ലോകമാണിത്. ഇതിൻ്റെ ഹാങ്ങിങ് ആണെങ്കിൽ അതിനേക്കാളും വലിയ വെറൈറ്റികളാണ് ഇതിൻ്റെ ഹാങ്ങിങ് വെറൈറ്റികൾ. അതിലുമൊക്കെ നിറയെ പൂക്കളിങ്ങനെ. എന്തൊരു ഭംഗിയത് കാണാനല്ലേ. തടിയൊക്കെ കണ്ടോ? നല്ല കൺട്രോൾ ടെമ്പറേച്ചർ ബിഗോണിയ ഗാർഡനിലേക്ക് കയറി വരുമ്പോഴുള്ള ഒരു വ്യൂ ആണ് നമ്മളിപ്പോഴും കാണുന്നത്. ഇവിടെ ബിഗോണിയ പോട്ടുകളിൽ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട്. അത് ഫോട്ടോഷൂട്ടിനുള്ള സ്ഥലമാണ്. അതിൻ്റെ ബാക്കിലൊരു ബെഞ്ചുണ്ട്. അതിൽ ഇരുന്ന് ഫോട്ടോയൊക്കെ എടുക്കാം. ഞാനിപ്പോൾ നിൽക്കുന്നത് ജപ്പാനിലെ നബാനസാത്തോ എന്ന് പറയുന്ന സ്ഥലത്താണ്. അവിടുത്തെ വിവരങ്ങൾ എന്തെങ്കിലുമൊക്കെ നിങ്ങൾക്ക് അറിയണമെങ്കിൽ താഴെ കമൻറ്റ് ചെയ്താൽ മതി. ഹാങ്ങിങ് ആയിട്ടുള്ള ബിഗോണിയകൾ നോക്കിക്കുക. ഇതിന് നല്ല ഭംഗിയുള്ള നിറച്ച് പെറ്റൽസുള്ള പൂക്കളുകളാണ്. പക്ഷേ ഇലകൾ നമ്മുടെ ബിഗോണിയയുടെ തന്നെ ഇലകളാണ് കൂടുതലും. പക്ഷേ ഇതുണ്ട്, ഇതൊരിക്കലും നമ്മൾ ഹാങ്ങിങ് എന്നൊക്കെ പറഞ്ഞ് ഇടുന്നത് ഇത്രയും പൂക്കളൊന്നും ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഒരിക്കലും കാണാൻ നമുക്ക് പറ്റില്ല. അത്രയും നല്ല വെറൈറ്റികളാണ്. നോക്കിക്കേ, എല്ലാ കളേഴ്സും ഉണ്ട്. എല്ലാ കളേഴ്സും. നമ്മുടെ നാട്ടിലുള്ള വാക്സ് ബിഗോണിയാണ്. ഇതാണ് നമ്മുടെ നാട്ടിൽ പൂക്കളുള്ള ബിഗോണിയായിട്ട് കാണുന്നത്. ഇതിൽ കൂടുതൽ ബാക്കിയുള്ളതിനെല്ലാത്തിനും നമുക്ക് ഇലകളാണ് ഭംഗി. ഇത് നമ്മുടെ നാട്ടിലും വാക്സ് ബിഗോണിയ എന്ന് പറയുന്നത് ഒരുപാട് തരത്തിലുള്ള ഒരുപാട് കളറുകളിലുള്ള പൂക്കളുള്ള ബിഗോണിയാണ്. അതാണ് നമുക്ക് ഏറ്റവും പൂക്കൾ എന്ന് പറയുന്നത് കാണുന്നത്. ബിഗോണിയുടെ പൂക്കൾ ഇട്ടിരിക്കുന്നു.
നമുക്ക് ഇത് ബിഗോണിയ ഗാർഡൻ്റെ വേറൊരു പാർട്ടാണ് ഇവിടെ. ഇവിടെ നിറയെ ബിഗോണിയകൾ ഇതുപോലെ തന്നെ ഹാങ് ചെയ്തും താഴെയും ഒക്കെ വെച്ചിട്ടുണ്ട്. ഇതിൻ്റെ ലീഫി ബിഗോണിയകളും ഉണ്ട് ഇവിടെ ആവശ്യമുള്ളത് തന്നെ. ഇവിടെ നോക്കി ഇത് വെള്ളത്തിലിങ്ങനെ ബിഗോണിയ ഫ്ലവേഴ്സ് ഇങ്ങനെ ഫ്ലോട്ട് ചെയ്ത് എന്ത് ഭംഗിയാണെന്ന് നോക്കി. ഇതിൻ്റെ മുകളിൽ പെറ്റൂണിയ ഗാർഡൻ, പെറ്റൂണിയ ഹാങ് ചെയ്തിട്ടിരിക്കുന്ന പെറ്റൂണിയ ഗാർഡനാണ് ഇതിൻ്റെ മുകളിൽ മുഴുവൻ. ഇതുപോലുള്ള വീഡിയോകൾ കാണുന്നതിനായി ഇതൾ ഗാർഡൻ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്.